ഞാൻ ഈ RC കാർ റേസിംഗിന്റെ ഫസ്റ്റ് സീസൺ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് രണ്ട് കാര്യങ്ങൾ ശരിക്കും ബോധ്യപ്പെട്ടത്. ഇന്ത്യ ഒരു മോട്ടോർ സ്പോർട്സ് സൂപ്പർ പവർ ആക്കാൻ ഇവിടുത്തെ എഞ്ചിനീയറിംഗ് കോളേജിലെ കുട്ടികളെ മാത്രം യൂസ് ചെയ്താൽ മതി. കാരണം എനിക്ക് ഈ റേസിന് ആവശ്യമായിട്ട് ട്രാക്ക് ബിൽഡ് ചെയ്തത് എറണാകുളത്ത് SCMS കോളേജിലെ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന കുട്ടികളാണ്. അത് അവരുടെ ഡിപ്പാർട്ട്മെന്റ് അവർക്കൊരു പ്രൊജക്ട് ആയിട്ടാണ് കൊടുത്തത്. അവരത് എനിക്ക് വേണ്ട ബജറ്റിൽ ചെയ്തു തന്നു എന്ന് മാത്രമല്ല, അതിന്റെ എക്സ്ട്രാ ആയിട്ട് ഫോർമുല 1 പോലെയുള്ള സ്റ്റാർട്ടിംഗ് ആയിട്ടില്ലേ, അതിന്റെ റെപ്ലിക്കും അതിന്റെ കൂടെ ഉണ്ടായി തന്നു. മറ്റൊന്നുള്ളത്, മോട്ടോർ സ്പോർട്സിനെ എങ്ങനെ ഒരു എഡ്യൂക്കേഷണൽ പ്രോഗ്രാം ആക്കി മാറ്റാം എന്നൊരു ഒബ്ജക്റ്റീവോട് സ്റ്റാർട്ട് ചെയ്തതാണ് ഈ RC കാർ റേസ്. അതിനും ഞാൻ ഈ ഒരു ട്രാക്ക് ബിൽഡിംഗ് ആണ് ഈ സ്റ്റുഡൻസിന്റെ സഹായത്തോടു കൂടെ സ്കൂൾ സ്റ്റുഡൻസിന് ഒരു വർക്ക്ഷോപ്പ് ആയിട്ട് ചെയ്തു കൊടുത്തു. ഇങ്ങനെ ബിൽഡ് ചെയ്യാനും ട്രെയിൻ ചെയ്യാനും കപ്പാസിറ്റി ഉള്ള സ്റ്റുഡൻസ് നമ്മളെ നാട്ടിൽ തന്നെ ഉണ്ടാവുമ്പോൾ എന്തിന് RC കാറിൽ മാത്രം ഒതുങ്ങി നിൽക്കണം എന്ന് എന്നെ കൂടെ ചിന്തിപ്പിച്ച ഒരു ഇവന്റ് കൂടെ ആയിരുന്നു അത്. ഇവരെ പോലെ കഴിവുള്ള ഒരുപാട് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇനി അടുത്തൊരു പ്രോജക്ട് അവർക്കും സ്കൂൾ സ്റ്റുഡൻസിനും ഒരുപോലെ ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന ഒരു പ്രോജക്റ്റ് ആയിരിക്കണം എന്നുള്ളത് എനിക്ക് അന്നേരം നിർബന്ധമായിരുന്നു. ആ പ്രോജക്റ്റിനെ കുറിച്ച് ഞാൻ വഴി അറിയിക്കാം. എന്തായാലും നിങ്ങൾ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്തോളൂ.